അപ്പോൾ അത് ദശരഥൻ ഭരിച്ചാലും ഭരതൻ ഭരിച്ചാലും രാമൻ ഭരിച്ചാലും അവിടെ ജനാധിപത്യമാണ്. സീതയ്ക്ക് കൊടുത്ത സ്വർണം എത്രയാണ്? രാമായണം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ മറിച്ച് പോവുകയുള്ളൂ. സീതയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്വർണം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, 2000 ടൺ സ്വർണം. ഏതായാലും ഈ തർക്കിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാമനെ കുറിച്ചോ രാമായണത്തെ കുറിച്ചോ തർക്കിക്കുമ്പോൾ ഈ തർക്കിക്കുന്നവർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, രാമനും അവിടെ ഉണ്ട്, രാമായണവും അവിടെ ഉണ്ട്. ജയസൂര്യ സാറേ, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. രാമായണ മാസം എത്തി. ചർച്ചകൾ മുഴുവൻ രാമായണത്തെക്കുറിച്ചും രാമനെക്കുറിച്ചും ഒക്കെയാണ്. ഏറ്റവും വിവാദമാകുന്ന ചില ചോദ്യങ്ങളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ആദ്യ ചോദ്യം തന്നെ, സംഘപരിവാർ അജണ്ടയാണോ ശരിക്കും ഈ രാമായണ മാസം? വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണിത്. രാമായണത്തെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ രാമായണം ആകെ നെഗറ്റീവാണ് എന്ന് വളരെ സമൂഹത്തിൽ ചർച്ച ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ രാമായണ മാസം പുനരാരംഭിച്ചു. തീർച്ചയായിട്ടും ശരിയാണ്, RSS ആണ്, അതിന്റെ പരിവാർ സംഘടനകളാണ്, പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ് കേരളത്തിൽ രാമായണ മാസം ആചരിച്ചു തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ പുനരാചരിച്ചു തുടങ്ങിയത്. പണ്ടുണ്ടായിരുന്നു, പിന്നീട് കമ്മ്യൂണിസത്തിന്റെയും മറ്റും കടന്നുകയറ്റത്തിന് ശേഷം അസ്തമിച്ചു പോയ ആ രാമായണ മാസം പുനരാരംഭിച്ചത് തീർച്ചയായിട്ടും അസംഘ പരിവാർ പ്രസ്ഥാനങ്ങളാണ്. അതിന് നേതൃത്വം കൊടുത്തത് ക്ഷേത്ര സംരക്ഷണ സമിതിയാണ്. അക്കാര്യം പറയുന്നതിൽ ഒരു RSS സ്വയംസേവകൻ കൂടിയായ എനിക്ക് അഭിമാനമേ ഉള്ളൂ. എല്ലാ രാമായണ മാസ കാലഘട്ടങ്ങളിലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു അപവാദ പ്രചരണം എന്ന് വേണ്ട തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, രാമൻ മര്യാദാ പുരുഷോത്തമനാണോ? സീതയെ ഉപേക്ഷിച്ച രാമൻ എങ്ങനെയാണ് മര്യാദാ പുരുഷോത്തമനായി നമ്മൾ അംഗീകരിക്കുന്നത് എന്നൊരു ചോദ്യം അഭിനവ സാംസ്കാരിക നായകരെന്ന് പറയുന്നവര് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ് സാർ അതിനുള്ള മറുപടി? അതായത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വാത്മീകി രാമനെ അവതരിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ധർമ്മത്തിന്റെ ആൾരൂപമാണ് രാമായണം. അതുകൊണ്ട് രാമനെ അവതരിപ്പിക്കുമ്പോൾ രാമൻ മര്യാദാ പുരുഷോത്തമൻ എന്നതിനേക്കാൾ ഉപരി ധർമ്മത്തിന്റെ ആൾരൂപമാണ്. അതുകൊണ്ട് ധർമ്മത്തെ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. എന്താണ് രാമൻ അവതരിപ്പിച്ച ധർമ്മം? രാമായണം എന്താണ് എന്ന ചോദ്യത്തിന് പലരും പല മറുപടിയും പറയും. മഹാഭൂരിപക്ഷം പേരും പറയുന്ന മറുപടി, രാമായണം ആധ്യാത്മിക കാവ്യമാണ്, ഭക്തിയുടെ കാവ്യമാണ്, പിതൃപുത്ര ബന്ധത്തിന്റെ കാവ്യമാണ്, ഭ്രാതൃസ്നേഹത്തിന്റെ കാവ്യമാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേരളത്തില് നമ്മൾ രാമായണം വായിക്കുമ്പോൾ ഈ കാര്യം തന്നെ നമ്മൾ വായിക്കാറുമുണ്ട്. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ 100 കോടി വ്യാഖ്യാനങ്ങൾ ചമയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് രാമായണം. അപ്പോൾ ആ രാമായണത്തിൽ ഞാൻ പറയുന്നത്, രാമായണം ലോകം മാനവരാശി ആദ്യമായി കണ്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഗ്രന്ഥമാണ്. നമ്മളിപ്പോ കമ്മ്യൂണിസം, സോഷ്യലിസം, ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ലോക രാഷ്ട്രീയത്തെ നിർവചിച്ച ആദ്യ കാവ്യമാണ് രാമായണം. രാമായണത്തിൽ 3 തരം രാഷ്ട്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് കിഷ്കിന്ധ, ലങ്ക, അയോധ്യ, 3 രാജ്യങ്ങൾ. ഇത് 3 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ കിഷ്കിന്ധ എന്ന് പറയുന്ന ബാലി ഭരിച്ച, സുഗ്രീവൻ ഭരിച്ച രാജ്യം, കൽപ്പന കല്ലേൽ പുലർക്കുന്ന സുഗ്രീവാജ്ഞയുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഏകാധിപത്യത്തിന്റെ രാജ്യം. നമുക്കറിയാം, ഉഗാണ്ടയിലെ ഇദി അമീനെ പോലെ, റുമാനിയയിലെ ചെഷസ്ക്യുവിനെ പോലെ, അവസാനത്തെ സദാം ഹുസൈനെ പോലെ ഏകാധിപതികൾ ഭരിച്ച, ഇന്നുകൊണ്ട് ഏകാധിപതി ഭരിക്കുന്ന കൊറിയയിലെ കിങ് ജോങ് ഉൻ ഏകാധിപതിയാണ്. ചൈനയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊക്കെ ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങൾ അന്നും ഇന്നും ഉണ്ട്. അതിന്റെ പ്രതീകമാണ് കിഷ്കിന്ധ. വംശാധിപത്യത്തിന്റെ രാജ്യമാണ് ലങ്ക. ഒരു വംശത്തിൽപ്പെട്ടവർക്ക് മാത്രം പ്രധാനമന്ത്രിയാകാൻ കഴിയുക, പ്രസിഡന്റ് ആവാൻ കഴിയുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാൻ കഴിയുക, മന്ത്രി ആവാൻ കഴിയുക, ഒരു വംശത്തിന് സംവരണം ചെയ്തിരിക്കുകയാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ ഇന്നുമുണ്ട്. അതാണ് ലങ്ക. ലങ്കയെ കീഴടക്കി കഴിഞ്ഞ് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ചർച്ചയുണ്ടായി. രാമായണത്തില് രാമനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും ശക്തമായ ലങ്ക രാജ്യത്തെ നമ്മൾ ഉപേക്ഷിച്ച് തിരിച്ചു പോയാൽ ഈ രാജ്യം നമുക്ക് ശത്രു രാജ്യമായി നിലനിന്നാൽ ഭാവിയിൽ അപകടമല്ലേ? അതുകൊണ്ട് ലക്ഷ്മണനെ ചുമതലയേൽപ്പിച്ചുകൂടെ? അഭി സ്വർണമയി ലങ്ക സ്വർഗാത് അഭിഗരീയസി എന്ന് പ്രസിദ്ധമായ സമ്പന്നമായ ലങ്ക. ആ ലങ്ക എന്താ ലക്ഷ്മണൻ ഭരിച്ചാൽ? എല്ലാവരും ചോദിച്ചു. രാമൻ പറഞ്ഞു, പാടില്ല. കാരണം ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്. അത് രാക്ഷസന്മാര് തന്നെ ഭരിക്കണം. കാരണം ഇത് രാക്ഷസ വംശം ഭരിക്കുന്ന വംശാധിപത്യത്തിന്റെ രാജ്യമാണ്. അതുകൊണ്ട് അവിടെ വിഭീഷണൻ ഭരിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്.
ഇനി നമ്മൾ അയോധ്യയിലേക്ക് വരുമ്പോൾ ജനാധിപത്യത്തിന്റെ പ്രതീകമാണ്. എങ്ങനെയാണ് രാമനെ തെരഞ്ഞെടുത്തത്? രാമനെ തെരഞ്ഞെടുക്കുകയൊന്നും വേണ്ട, വേണമെങ്കിൽ ദശരഥൻ അന്ന് സർവശക്തനാണ്. ദേവാസുര യുദ്ധത്തില് ദേവന്മാരെ സഹായിച്ചതിന്റെ പേരിൽ ദേവന്മാര് മുഴുവൻ ദശരഥന്റെ ഒപ്പമുണ്ട്. ഇനി അസുരന്മാരെ പരാജയപ്പെടുത്തിയത് കൊണ്ട് ഒരസുരൻ പോലും ദശരഥനെ എതിരിടാൻ വരികയുമില്ല. അപ്പോ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ശല്യമില്ല, സഹായം മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ദശരഥൻ എന്ന് പറയുമ്പോൾ 10 ദിക്കിലേക്കും രഥം പായിക്കാൻ കഴിയുന്ന മഹാരഥന്മാരുടെ മഹാരഥനാണ്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? നാനാ ജനപുരവാസികളെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരിൽ എല്ലാവരോടും ചോദിച്ചു, ആരായിരിക്കണം നിങ്ങളുടെ അടുത്ത ചക്രവർത്തി? ഞാൻ റിട്ടയർ ആകുകയാണ്. അന്നത്തെ രാഷ്ട്രീയത്തിൽ റിട്ടയർമെന്റ് ഉണ്ടേ, അതുകൊണ്ട് പ്രായമായി കഴിയുമ്പോൾ ചക്രവർത്തിമാർ റിട്ടയർ ചെയ്യും. പക്ഷെ ഇവിടെ ദശരഥൻ ചോദിച്ചു, ആരോട് ചോദിച്ചു? നാനാജനപുരവാസികളോട് ചോദിച്ചു. 18 വയസ്സ് പൂർത്തിയായി വോട്ടവകാശം ഉള്ളവരോട് മാത്രമല്ല ചോദിച്ചത്, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവരോടല്ല ചോദിച്ചത്, സമ്പന്നന്മാരോട് മാത്രമല്ല, പാമരന്മാരോട് മാത്രമല്ല ചോദിച്ചത്, വൃദ്ധന്മാരോടും ബാലജനങ്ങളോടും വനിതകളോടും ചോദിച്ചു, രോഗികളോടും വഴിപോക്കരോടും ചോദിച്ചു, പുറത്തുനിന്ന് രാജ്യത്ത് വന്ന് അവിടെ താമസിക്കുന്നവരോട് ചോദിച്ചു. നാനാജന പുരവാസികൾ മുഴുവൻ പറഞ്ഞു രാമൻ. അപ്പോ ജനാധിപത്യത്തിന്റെ രാജ്യമാണ് രാമൻ, അല്ലെങ്കിൽ അയോധ്യ. അപ്പോ അത് ദശരഥൻ ഭരിച്ചാലും ഭരതൻ ഭരിച്ചാലും രാമൻ ഭരിച്ചാലും അവിടെ ജനാധിപത്യമാണ്. അപ്പൊ ജനങ്ങൾ രാമനെ തിരഞ്ഞെടുത്തു. പക്ഷെ അച്ഛന്റെ സത്യത്തിനെ പാലിക്കാൻ വേണ്ടി രാമൻ വനത്തിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് ഭരതൻ പറയുന്നുണ്ട്, എനിക്ക് ഭരണാവകാശമില്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തത് ജ്യേഷ്ഠനെയാണ്, അതുകൊണ്ട് ജ്യേഷ്ഠനു വേണ്ടി, അതായത് ജനാധിപത്യത്തിനു വേണ്ടി ഞാൻ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് പോലും പ്രവേശിക്കാതെ പുറത്ത് നന്ദിഗ്രാമിൽ താമസിച്ചുകൊണ്ട് രാമപാദുകങ്ങളെ പൂജിച്ചുകൊണ്ട് രാമന് വേണ്ടി കെയർടേക്കറായിട്ട് ഭരിക്കാം 14 സംവത്സരക്കാലം. പക്ഷെ രാമൻ വരാൻ ഒരു നിമിഷമെങ്കിലും താമസിച്ചാൽ ഞാൻ അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്യും എന്ന് പറഞ്ഞയാളാണ് അത്രമാത്രം ജനാധിപത്യത്തെ മാനിച്ച ഭരതൻ. അപ്പോൾ ദശരഥനാണെങ്കിലും ഭരതനാണെങ്കിലും രാമനാണെങ്കിലും ജനാധിപത്യത്തെയാണ് അംഗീകരിച്ചത്, ജനങ്ങളുടെ മനസ്സിന്റെ ആധിപത്യത്തെ. രാവണ നിഗ്രഹത്തിന് ശേഷം രാമൻ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് തന്റെ അനേക ലക്ഷം ജനങ്ങളിൽ, പ്രജകളിൽ നിസാരനെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അലക്കുകാരന്റെ ഒരു സംശയം, എന്തൊക്കെയായിരുന്നാലും ഈ സീത രാവണന്റെ കൂടെ ആയിരുന്നില്ലേ, നമുക്ക് അത്ര അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ? ഒരൊറ്റ സംശയം. ഇന്നത്തെ രാഷ്ട്രീയ ശൈലിയിലാണെങ്കിൽ അത് ഒരു ദുരുപദിഷ്ടമായ രാഷ്ട്രീയ ആരോപണമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാം. ഇനി വേണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിക്കാം. ഇതൊന്നും ചെയ്തില്ല രാമൻ. നിമിഷം പോലും ചിന്തിക്കാതെ സീതയെ കാട്ടിലുപേക്ഷിക്കുകയാണ് ചെയ്തത്, പൂർണ്ണഗർഭിണിയായ സമയത്ത്. നമുക്ക് ചോദിക്കാം, മര്യാദയാണോ കാണിച്ചത് എന്ന്. അവിടെ രാമൻ ജനാധിപത്യത്തിന്റെ പ്രതീകമാണ്. അതായത് ജനങ്ങളുടെ മനസ്സിന് ആധിപത്യം കൊടുക്കുന്ന ഭരണ സംവിധാനത്തിന് ഇന്ന് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള ക്ലാരിറ്റി, വ്യക്തത, പവിത്രത, ശുദ്ധത കൽപ്പിച്ചു രാമൻ. അതുകൊണ്ടാണ് ജനമനസ്സിന് ആധിപത്യം കൊടുത്തുകൊണ്ട് സ്വഭാര്യയെ പോലും, അഗ്നിശുദ്ധയായ ഭാര്യയെ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായത്. അത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പ്രതീകമായ മര്യാദയുടെ പ്രകടനമാണ്. അവിടെയാണ് മര്യാദാ പുരുഷോത്തമനായ രാമൻ എന്ന് പറയുന്നത്. ഇതേ മര്യാദാ പുരുഷോത്തമനായ രാമൻ ബാലിയെ കൊന്നത് ഈ ജനാധിപത്യപരമായ അല്ലെങ്കിൽ നീതിയുക്തമായ ഒന്നാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതും ചോദ്യങ്ങളിൽ ഒന്ന് വരുന്ന ഒന്നാണ്. എന്താണ് സാർ അതിന്റെ കാര്യം? തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ബാലിയെ കൊന്നു എന്നുള്ളതല്ല, ബാലിയെ ഒളിയം പെയ്തു കൊന്നു, നേർക്ക് നേരെ നിന്ന് വധിക്കാൻ വയ്യായിരുന്നു, അതാണ് ചോദ്യം. അപ്പോ ഇവിടെ രാമായണവും അതുപോലെ തന്നെ പുരാണങ്ങളും മാത്രമല്ല ഹിന്ദുവിന്റെ ഗ്രന്ഥങ്ങൾ. ഹിന്ദുവിന് 2 തരം ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ മറ്റു മതങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം മുസ്ലിം മതമാണെങ്കിൽ ഖുർആൻ മാത്രമേ ഉള്ളൂ, ക്രൈസ്തവർക്ക് ബൈബിൾ മാത്രമേ ഉള്ളൂ, ബുദ്ധമതക്കാർക്ക് സെന്തവസ്ഥ മാത്രമേ ഉള്ളൂ, ധർമ്മപദ മാത്രമേ ഉള്ളൂ, അതല്ലെങ്കിൽ ഈ സ്വരാഷ്ട്രീയ മതത്തിന് സെന്തവസ്ഥ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്, ഓരോ മതത്തിനും ഓരോ ഗ്രന്ഥമുണ്ട്. പക്ഷെ ഹിന്ദുവിനോ വേദം എന്ന് പറയുന്ന അടിസ്ഥാന ഗ്രന്ഥമുണ്ട്. അത് ഭഗവാൻ വേദവ്യാസൻ അതിനെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചപ്പോൾ അദ്ദേഹത്തെ വ്യാസൻ എന്ന് വിളിച്ചു. അങ്ങനെ 4 ഭാഗങ്ങളുള്ള വേദമുണ്ടായി. പിന്നെ അതിന് 16,008 ഉപനിഷത്തുകൾ എന്നും പറയുന്നുണ്ട്, 1008 എന്ന് പറയുന്നുണ്ട്, 108 എന്ന് പറയുന്നുണ്ട്. ദശോപനിഷത്തുകൾ പ്രസിദ്ധമാണ്. അങ്ങനെ നിരവധിയായ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി, അത് ഉപനിഷത്തുകൾ. പക്ഷെ ഈ ഉപനിഷത്തുകളും ഈ പറയുന്ന വേദങ്ങളും അതേപോലെ തന്നെ പ്രസ്ഥാനത്രയം എന്ന് പറയുന്ന ബ്രഹ്മസൂത്രമുണ്ട്, ഭഗവത്ഗീതയുണ്ട്,
അങ്ങനെയൊക്കെയുള്ള അവിടെ ഉള്ള ആ ഗ്രന്ഥങ്ങൾ ഇതെല്ലാം തിയറിറ്റിക്കലാണ്. തിയറി മനസ്സിലാകുന്നവർക്കേ അത് മനസ്സിലാവും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണമെങ്കിലോ അതിനു വേണ്ടിയാണ് 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ. അതുകൂടാതെ രാമായണം, മഹാഭാരതം പോലെയുള്ള 2 ഇതിഹാസങ്ങൾ കഥാരൂപത്തിൽ രചിച്ചത്. ഇതിൽ പുരാണങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ പറയുന്നുണ്ട്, പുരാണം ഇത്യേവ ന സാധു സർവം. പുരാണം അതേപടി വിഴുങ്ങാനുള്ളതല്ല, അതിൻ്റെ ഉള്ളിൽ ആശയങ്ങളുണ്ട്, അറിവിന്റെ പഴങ്ങൾ ആണ് നമുക്ക് തരിക. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ വിത്തുകളുണ്ട്. അപ്പൊ പഴം മാത്രം കഴിച്ചാൽ പോരാ, വിത്ത് വിതരണം നടക്കണം. അതിനുവേണ്ടിയാണ് പഴത്തിനുള്ളിൽ വിത്ത് വെച്ചിരിക്കുന്നത്. പ്രകൃതി നിയമമാണ്. ഇതുപോലെയാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമുള്ള കഥകൾ. ആ കഥകളെ കഥയായിട്ടല്ല നമ്മൾ എടുക്കേണ്ടത്, മറിച്ച് കഥയ്ക്കുള്ളിൽ ഒരു കാര്യമുണ്ട്. ബാലി എന്ന് പറയുമ്പോൾ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ബലമുള്ളവൻ, ബലശാലി, ബാലി. ഈ ബാലി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രബലമായ 2 വികാരങ്ങളാണ്. ഒന്നാമത്തേത് വിശപ്പ്. മനുഷ്യൻ മാത്രമല്ല, ജീവനുള്ള ഏത് ജന്തുവും ചരാചരവും അതൊക്കെ തന്നെ, ഇപ്പൊ മരങ്ങളാണെങ്കിലും ചെടികളാണെങ്കിലും മനുഷ്യനാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും നിലനിൽക്കണ്ടേ, ജീവിക്കണ്ടേ? അതിനെന്താ കൊടുത്തിരിക്കുന്നത്? വിശപ്പ്. അപ്പൊ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ രണ്ടാമത്തേത് കാമം. ഇത് രണ്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള വികാരങ്ങളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു വികാരമാണ് കാമം. ഈ കാമത്തിന്റെ പ്രതീകമാണ് ബാലി. അപ്പോൾ ബാലിയെ ഒളിയം പെയ്ത് കൊല്ലണമെന്ന് പറയാൻ കാരണം എന്താ? കാമത്തെ ഒരിക്കലും നമുക്ക് നേരിട്ട് പരാജയപ്പെടുത്താൻ പറ്റില്ല. കാമത്തിന്റെ ആകർഷണ പരിധിക്കകത്ത് നിന്നുകൊണ്ട്, അഥവാ ദൃഷ്ടികോണിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്കും കാമത്തെ പരാജയപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദൃഷ്ടികോണിൽ നിന്ന് മാറി നിൽക്കണം. അതിനാണ് മറഞ്ഞു നിന്നു ഒളിയം പെയ്തു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോ മഹാബലശാലിയായിട്ടുള്ള കാമം എന്ന വികാരത്തെ അതിന്റെ ദൃഷ്ടികോണിലും ആകർഷണ പരിധിയിലും പെടാതെ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പെയ്തു കൊല്ലണം. ഇത് ഏത് സമയത്താണ് ചെയ്യുന്നത്? യൗവനയുക്തരായിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. രാമൻ അല്ലെങ്കിൽ ലക്ഷ്മണൻ അവരൊന്നിച്ച് ചെയ്യുമ്പോൾ യൗവനത്തിൽ ഒരു വ്യക്തി കാമത്തെ ഒളിയം പെയ്തു കൊന്ന് പരാജയപ്പെടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അടിമയായി പോകും, ബാലിയുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. അത് ചെയ്യരുത് എന്നുള്ളതിന്റെ പ്രതീകാത്മകമായ കഥയാണ് പുരാണം ഇത്യേവ ന സാധു സർവം എന്ന തിയറി അനുസരിച്ച് കഥയ്ക്കുള്ളിലെ കാര്യം എന്ന നിലയിൽ അവതരിപ്പിക്കുന്നത്. ഇതെല്ലാ കാലത്തുമുണ്ട്, എല്ലാ കഥയിലുമുണ്ട്. ഇപ്പൊ രാമായണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ രാമായണം ഏത് തരം ഗ്രന്ഥമാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ രാഷ്ട്രീയ ഗ്രന്ഥമാണെന്ന് പറഞ്ഞു. സാമ്പത്തിക ശാസ്ത്രമുണ്ട്, യുദ്ധശാസ്ത്രമുണ്ട്. സീതയ്ക്ക് കൊടുത്ത സ്വർണം എത്രയാണ്? രാമായണം വായിക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ മറിച്ച് പോവുകയുള്ളൂ. സീതയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്വർണം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 2000 ടൺ സ്വർണം. ഈ 2000 ടൺ സ്വർണം കിട്ടിയ സീതയ്ക്ക് അതിലൊരു 100 കിലോ സ്വർണം കൊണ്ട് ആഭരണം അണിയിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അടിപ്പെട്ട് ചതഞ്ഞരഞ്ഞു പോകും സീത. പിന്നെ എന്തിനാ ഇത്ര സ്വർണം കൊടുത്ത്? അതിന് കാരണമുണ്ട്. രാമനും സീതയും ചേർന്ന് ഭരിക്കേണ്ട സാമ്രാജ്യത്തിന്റെ വലിപ്പം, ജനക മഹാരാജാവിന്റെ പുത്രിയായ സീത, ദശരഥന്റെ പുത്രനായ രാമൻ, ഇവർ രണ്ടുപേരും ചേർന്ന് ഭരിക്കുന്ന സാമ്രാജ്യത്തിന്റെ വലിപ്പവും അവിടുത്തെ ജനസംഖ്യയും, ആ ജനസംഖ്യയുടെ ഒരു വർഷത്തെ ആദാന പ്രദാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള സമ്പത്താണ് 2000 ടൺ സ്വർണം കൊണ്ട് ഇവിടെ കൃത്യമാക്കിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ വാർഷിക ബജറ്റിന്റെ അടങ്കൽ തുക. കണ്ടോ സാമ്പത്തിക ശാസ്ത്രം? ഇനി ഇതുമല്ല, ചതുരംഗ സേനയെ കൊടുക്കുന്നുണ്ട്. സീതയോടൊപ്പം ചതുരംഗ സേനയെ കൊടുക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് എത്ര ആന, എത്ര തേര്, എത്ര കുതിര, എത്ര കാലാൾ, എണ്ണം പറയുന്നുണ്ട്. ഇതിനെ എങ്ങനെ എണ്ണിപ്പെറുക്കി കൊടുത്തത്? ഈ പറയുന്ന മഹാസാമ്രാജ്യത്തിന്റെ അതിരുകൾ, ആ അതിരുകളിൽ മരുഭൂമിയുണ്ട്, ചതുപ്പ് നിലമുണ്ട്, സമുദ്രമുണ്ട്, സമതലമുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇവിടെയൊക്കെ യുദ്ധം നടത്താൻ ആവശ്യമായിട്ടുള്ള സൈന്യത്തെയാണ് എണ്ണി കൃത്യമായിട്ട് ജനക മഹാരാജാവ് സീതയ്ക്ക് കൊടുത്തത്. അപ്പൊ യുദ്ധശാസ്ത്രം അതിനകത്തില്ലേ? അതുകൊണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളെയും ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കുകയാണ് രാമായണം. അതിൽ ഈ കഥകളെ കയറി പിടിച്ചിട്ടാണ് നമ്മൾ തർക്കിക്കുന്നത്. ഏതായാലും ഈ തർക്കിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ രാമനെ കുറിച്ചോ രാമായണത്തെ കുറിച്ചോ തർക്കിക്കുമ്പോൾ ഈ തർക്കിക്കുന്നവർ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്: രാമനും അവിടെ ഉണ്ട്, രാമായണവും അവിടെ ഉണ്ട്. അതിന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചാലേ തർക്കിക്കാൻ പറ്റുള്ളൂ. ഒറ്റ വാക്കല്ലേ ഉള്ളൂ, ഇതൊക്കെ വെറും കെട്ടുകഥയാണ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തർക്കിക്കാൻ അവസരം കിട്ടില്ല. അപ്പോൾ ബാലിയെ ഒളിയം പെയ്തു കൊന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: കാമം എന്ന വികാരത്തിന്റെ പ്രതീകമാണ് ബാലി. ആ കാമത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ നേർക്ക് നേരെ പറ്റില്ല, അതിനെ ഒളിയം പെയ്തായിട്ടാണെങ്കിലും പരാജയപ്പെടുത്തിയിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഈ രാമായണ മാസത്തിൽ നമ്മുടെ പുതുതലമുറയ്ക്കായി രാമായണത്തെക്കുറിച്ച്
എന്താണ് സാറിന് ഒരു ഉപദേശം അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ നിർദ്ദേശം? രാമായണം എന്നുള്ള ഗ്രന്ഥം നമ്മൾ കേവലം ഒരു കഥ രൂപത്തിൽ പഠിക്കാതെ കഥ പഠിക്കുന്നതോടൊപ്പം അതിലെ കാര്യത്തിലേക്കും കൂടി അന്വേഷിക്കുക എന്നുള്ളതാണ് എനിക്ക് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ രാമൻ വനത്തിലേക്ക് പോയി, ഭരതൻ അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പോയി. ആ വിളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭരതരാഘവ സംവാദം എന്ന് പറഞ്ഞൊരു ഭാഗം രാമായണത്തിലുണ്ട്. നമ്മളിത് രാമായണ മാസക്കാലത്ത് വെറുതെ വായിച്ചു പോകാറുണ്ട്. പക്ഷേ ഭരതരാഘവ സംവാദം എന്ന് പറയുന്ന ഭാഗത്ത് രാമൻ ഭരതനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനകത്ത് പൊളിറ്റിക്കൽ സയൻസിലെ സുപ്രധാനമായിട്ടുള്ള 17 ചോദ്യങ്ങൾ ഉണ്ട്. അതായത് പ്രജാക്ഷേമം എങ്ങനെ നടക്കുന്നു, നികുതി എങ്ങനെയാണ് പിരിക്കുന്നത്, ന്യായ സംവിധാനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സൈന്യം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് തുടങ്ങി 17 പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് രാമൻ ഭരതനോട് ചോദിക്കുകയാണ്. കാരണം രാമൻ ഭരണാധികാരിയല്ല, ഭരതനാണ് ഭരിക്കുന്നത്. അപ്പൊ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട പൊളിറ്റിക്കൽ യാഥാർത്ഥ്യങ്ങൾ, രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കുകയാണ് രാമൻ സഹോദരനായ ഭരതനെ. ഇത് ഒരു ചെറിയ ഭാഗമാണ് ഭരത രാഘവ സംവാദം. ഇതുപോലെ രാമായണത്തിന്റെ ഓരോ പേജും ഓരോ അധ്യായവും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥങ്ങളെ പുതിയ തലമുറ അന്വേഷിക്കണം എന്നാണ്. ഒരു ചെറിയ സന്ദർഭം കൂടി ഞാനതിൽ പറയാം. അതായത് ഇവര് വനത്തിൽ താമസിക്കുന്ന സമയത്ത് ഹനുമാൻ കാണാൻ പോവാണ്. ആരോ വനത്തിൽ വന്ന് താമസിക്കുന്നുണ്ട്, ആരാന്ന് അന്വേഷിച്ചിട്ട് വരൂ എന്ന് സുഗ്രീവൻ പറഞ്ഞു. ഹനുമാൻ കാണാനായിട്ട് ചെല്ലുന്ന സമയത്ത് ലക്ഷ്മണൻ കാവൽ നിൽക്കുകയാണ്. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഒരു വാനരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്, അവന്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് നമ്മളെ പിടിച്ച് കൊല്ലാനോ ആക്രമിക്കാനോ വരുന്നതാണോ എന്നൊരു സംശയം, ഇപ്പോൾ തന്നെ വധിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. അമ്പും ബില്ലും ഒക്കെ എടുത്തു. രാമൻ പറഞ്ഞു, നിൽക്കട്ടെ, അവനെ നമുക്ക് നോക്കാം, വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ ശാന്തനായപ്പോ ഈ ഹനുമാൻ അടുത്തേക്ക് വന്നു. ഹനുമാൻ അടുത്തേക്ക് വരുമ്പോഴും ടെൻഷൻ കൂടുകയാണ് ലക്ഷ്മണന്. കാരണം ലക്ഷ്മണൻ ശുദ്ധ മനസ്സനാണ്, എല്ലാം സംശയിക്കുകയാണ്. രാമൻ പറഞ്ഞു, അവൻ സംസാരിക്കട്ടെ, അവൻ സംസാരിക്കട്ടെ, അവൻ സംസാരിക്കട്ടെ എന്ന് രാമൻ പറഞ്ഞത് ഹനുമാനും കേട്ടു. അപ്പൊ ഹനുമാന്റെ സംസാരം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വധ്യനല്ലഹം, വധിക്കപ്പെടേണ്ടവനല്ല ഞാൻ. ലക്ഷ്മണൻ ഞെട്ടിപ്പോയി. ഞാൻ ഇവനെ കൊല്ലാൻ പോകാതെ ഇയാളെങ്ങനെ അറിഞ്ഞു? അപ്പൊ എന്നേക്കാൾ അറിവുള്ള ആളാണല്ലോ ഈ കുരങ്ങൻ ഹനുമാൻ. അപ്പൊ രാമൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ അറിയണമെങ്കിൽ അവന്റെ സംസാരത്തെ നിരീക്ഷിക്കണം, അവന്റെ വാക്കുകളെ, അവന്റെ ഭാഷയെ നിരീക്ഷിച്ചാൽ അവന്റെ സംസ്കാരം അറിയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഭാഷാ സംസ്കാരം. സംസ്കാരത്തിന്റെ ശബ്ദരൂപമാണ് ഭാഷ. ഇത് രാമായണം പഠിപ്പിക്കുകയാണ് ഈ ഹനുമാനിലൂടെ. അപ്പോൾ നിസാരമെന്ന് നമുക്ക് തോന്നുന്ന ഓരോ സന്ദർഭങ്ങളും എടുത്ത് രാമായണത്തിൽ ഗവേഷണം നടത്തി ഒന്ന് പഠിക്കുക. അതിന് ഈ രാമായണ മാസം നമ്മുടെ യുവതലമുറയെ അങ്ങേയറ്റം സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം രാമായണ മാസവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രഭാഷണങ്ങൾ, പഠനങ്ങൾ, ക്ലാസുകൾ, സംവാദങ്ങൾ, അതിലൊക്കെ പങ്കെടുക്കുക, എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ അറിവുള്ളവര് ആൻസർ തരും. ഏതായാലും ഈ രാമായണ മാസം മുഴുവൻ പുതിയ തലമുറ രാമായണത്തെ വിശദമായി പഠിക്കാൻ ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന. വളരെ നന്ദി സാർ, നമസ്തേ. ക്ഷേത്ര സംബന്ധിയായ, ആചാര സംബന്ധിയായ ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും ഈ വീഡിയോ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.